CPM ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിലും സെയിം പ്രതിസന്ധി ഉണ്ടായിരിക്കുക. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിലാണ് ഈ ചക്രത്തി പോരാട്ടം കൂട്ടയടിയും ബഹളവും നടക്കാറുള്ളത്. സാറിന് CPM അതൊന്നും സംഭവിക്കാറില്ല. അവർ പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനേക്കാളും മുമ്പ് ഈ പരിപാടി അവിടെ തുടങ്ങി. അല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊന്നും അവിടെ പ്രശ്നമില്ല. അവിടെ വിഷയം ഉണ്ടായിരിക്കുന്നത്, അതായത് CPMന്റെ മുതിർന്ന നേതാക്കൾ ഒരുപാട് പേർ കലാപ കൊടി ഉയർത്തിയിരിക്കുന്നു, കൊഴിഞ്ഞു പോകുന്നു. അതിനകത്ത് ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് PV അൻവർ, അയാൾ CPMകാരനല്ല, പക്ഷേ പിണറായി വിജയൻ്റെ മറ്റൊരു നാവും പിണറായി വിജയൻ്റെ ഒരു ആയുധവും ഒക്കെ ആയിരുന്ന PV അൻവർ പിണറായി വിജയനും മരുമകനുമെതിരെ രംഗത്തെത്തുന്നു. അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭീഷണി മുഴക്കുന്നു. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മാറിപ്പോകുന്നു. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ആണ് നമ്മുടെ കൊട്ടാരക്കര ഐഷ പോറ്റി CPMന്റെ സന്തത സഹചാരിയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ നേരിടാൻ പോകുന്നു. പിന്നെ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ നേതാവ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗം, ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം ആവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹമാണ് ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിച്ച രക്തസാക്ഷി ഫണ്ട് മുക്കൽ വിവാദം കൊണ്ടുവന്നത്. അവിടുത്തെ MLA, പയ്യന്നൂർ MLA മധുസൂദനെതിരെ വിവാദവുമായിട്ട് വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് S രാജേന്ദ്രൻ, 3 തവണ MLA, ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. S രാജേന്ദ്രൻ വേറെ അങ്ങോട്ടുമല്ല പോയത്, പുള്ളി BJPയിലോട്ടാണ് പോയത്. അവിടെ ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ നിർണായക സ്വാധീനമുള്ള MLA ആയിരുന്നു. അല്ല, മാത്രമല്ല എനിക്ക് തോന്നുന്നു അത് അവർക്ക് തമിഴ് വംശജരാണെന്ന് തോന്നുന്നു. തമിഴ് വംശം, അദ്ദേഹം തമിഴാണ് പറയുന്നത്. അപ്പോൾ അവിടെ മൂന്നാറിൽ വലിയൊരു ജനസമൂഹം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ പണിക്ക് വന്ന ആളുടെ പിൻപറയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ രാജേന്ദ്രൻ അവിടെ വ്യക്തമായ നല്ല സ്വാധീനം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അതുപോലെ ഇപ്പം ഏറ്റവും അവസാനമായിട്ട് G സുധാകരൻ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള 2 തവണ മന്ത്രിയായിരുന്ന ആൾ. അതെ, G സുധാകരൻ വന്നു. ഇപ്പോൾ G സുധാകരൻ വന്ന് അപ്പോഴും MM മണിക്ക് നിരാശയുണ്ട് സീറ്റ് കിട്ടാത്തതിൽ. അപ്പോൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പിണറായിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ വലിയ കലാപം. MM മണി സുധാകരനെ ഇന്നലെ കളിയാക്കിയത് മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം സജി ചെറിയാനെ കളിയാക്കിയിട്ടുണ്ട്. സജി ചെറിയാനെ ഭയങ്കരമായിട്ട് ചൂടായി. അദ്ദേഹം പിന്നെ സജി ചെറിയാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്പം നാവ് നിയന്ത്രിച്ചത്. അല്ല, തെറി പറയേണ്ടതാണ്. അല്ല, എന്നാലും തെറിയോട് അടുത്ത വാക്ക് വരെ പുള്ളി എത്തിച്ചിട്ടുണ്ട്. കാരണം അത് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റത്തില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അതായതുകൊണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഇത്രയും മുതിർന്ന CPM നേതാവ് ടേം വ്യവസ്ഥകൾ ഒഴിവാകുന്നു, പ്രായപരിധി ഒഴിവാകുന്നു, പാർട്ടിയെ നയിക്കാൻ കേരളത്തിൽ പിണറായി അല്ലാതെ വേറൊരാളില്ല എന്നുള്ള ഒരു വരുത്തി തീർത്തുകൊണ്ടാണ് അദ്ദേഹം. ശരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഒരിക്കലും കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. എല്ലാ കാലത്തും CPM ഇപ്പോൾ VS ആയിരുന്നപ്പോഴും CH കണാരനായിരുന്നപ്പോഴും അവരെല്ലാവരും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് സർക്കാർ ഉണ്ടെങ്കിൽ പോലും പാർട്ടി തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത്. ഒരു സംശയം വേണ്ട. ഇപ്പം ഫുൾ പുള്ളിയാണ്. ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി വരെ പുള്ളി പറയുന്നത് അനുസരിച്ചാണ്. പിണറായിസം, കംപ്ലീറ്റ് പിണറായിസം എന്നുള്ളത് ഇറന്നൂടെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ദേശീയ തലത്തിൽ ഈ പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ ചിലവുണ്ട്. അതിനിവിടെ ഉണ്ടാക്കി കൊടുത്താലേ ഉള്ളൂ. അല്ലെങ്കിൽ ബംഗാളും ഇത്ര വരെയൊന്നും ഇനി ഇല്ല. ഇപ്പോൾ ഒരു പാർട്ടി നടത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമില്ല. ഡെയിലി എത്ര രൂപ വേണം? അപ്പം പുള്ളിയുടെ ഒരു ഏകാധിപത്യ പ്രവണത അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല. ഇത്രമാത്രം അസഹിഷ്ണുതയുള്ള ഒരു ഭരണാധികാരി, വിമർശനങ്ങളെ ഭയക്കുന്ന, കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയായിരിക്കാമെങ്കിലും അതിനോട് മുഖം തിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പിന്നെ തൻ്റെ പിടിവാശിയുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളോ ഏറ്റവും വലിയ അസഹിഷ്ണുവാണ് അദ്ദേഹം. അതിന് റാൻമൂള പാർട്ടി സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന തലത്തിലെ സെക്രട്ടറി അംഗങ്ങളും എല്ലാ നേതാക്കളും ഉണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, മുൻപൊന്നും ഇല്ലാത്ത പോലെ ഇവർക്ക് മാധ്യമങ്ങളെ ഭയങ്കര ഭയമാണ്. അത് ആ മാധ്യമങ്ങളെ നേരിടാൻ വേണ്ടിയാണ് അവർ സ്വന്തമായിട്ട് കിണർകോലൂനെയൊക്കെ വെച്ച് ഈ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെ തന്നെ നടന്ന സംഭവം നോക്കുക. വീണാ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചെന്നും കൈ പിടിച്ചൊടിച്ചെന്നും മാരകായുധം കൊണ്ട് ആക്രമിച്ചതെന്നും പറഞ്ഞ എന്ത് പരിഹാസ്യമാണ്. ആ യൂത്ത് കോൺഗ്രസിലെ കൊച്ചു പിള്ളേർക്ക് ഇന്നലെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇരയായിട്ടുള്ള വീണാ ജോർജ് ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ല. ലോകത്ത് ഏത് കേസ് കടന്നാലും മൊഴിയെടുക്കേണ്ട ഇരയുടെയാണ്. അല്ല, മൊഴിയെടുക്കാതെ പോലീസ് എങ്ങനെ കേസെടുക്കും?
പോലീസ് അവിടെ സുമോട്ടോ കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ അഫക്റ്റഡ് പേഴ്സന്റെ മൊഴി ഇല്ല. അഫക്റ്റഡ് പേഴ്സന്റെ മൊഴി ഇല്ലാതാണ് 5 പാവം പിടിച്ച പിള്ളേരെ 2 ആഴ്ച ജയിലിലിട്ടത്. അല്ലെങ്കിൽ അവർ കേസിന് പോയാൽ കേരള പോലീസ് കൊടുക്കും. അല്ല, കേരള പോലീസ് മൊഴി കൊടുത്തു. അവിടെ യൂത്ത് കോൺഗ്രസ് KSU പിള്ളേർ ഒരു കരിങ്കൊടിയുമായിട്ടാവുന്നത്. അവരുടെ കൈ മാരകായുധമില്ല. അവർ കരിങ്കൊടി വീശി അടുത്തതേ ഉള്ളൂ. മന്ത്രിയുടെ 7 അയലത്ത് ചെന്നിട്ടില്ല. മന്ത്രിയെ അവർ ആക്രമിച്ചിട്ടില്ല. പോലീസിന്റെ വല തിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് കേസുകാർ. കാരണം പോലീസുകാർക്ക് അതേ കൊടുക്കാൻ പറ്റൂ. എന്താണെന്നറിയോ, ചുറ്റിനും ക്യാമറയായിരുന്നു. അതെ, കേന്ദ്ര സർക്കാരിന്റെ ക്യാമറ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. അതെ, അപ്പൊ ഈ പറയുന്ന പോലീസുകാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതോടെ മന്ത്രി പെട്ടു. പക്ഷെ ആ പോലീസുകാർക്ക് ഇനി എന്താണ് വരാൻ പോകുന്നതില്ല. സിനിമയിൽ പറയുന്ന പോലെ ഇനിയും കാത്തിരുന്ന് കാണേണ്ടി വരും. ശനി, ഏഴാണ്ട ശനി, എല്ലാ ശനികളും ഒരുമിച്ച്. കാരണം ഈ എന്തുകൊണ്ട് ഇത്രയും വലിയ ആക്രമണം നേരിട്ട മന്ത്രി എന്തുകൊണ്ട് ഇതിലേക്ക് വന്നില്ല? മൊഴി കൊടുക്കാൻ എത്തിയില്ല. തന്നെ ആക്രമിച്ചതിന് വിശദമായിട്ട് മന്ത്രിക്ക് മൊഴി കൊടുക്കാമല്ലോ. അവർ വന്നു, അവർ വടി കൊണ്ട് എൻ്റെ പെടലിക്ക് അടിച്ചു, അല്ലെ എൻ്റെ പെടലി പിടിച്ചൊടിച്ചു. MV ഗോവിന്ദൻ പറഞ്ഞ പോലാണെങ്കിൽ പെടലി പിടിച്ച് തിരിക്കുകയും കൈ പിടിച്ചൊടിക്കുകയും ചെയ്തതാണ്. ഇതൊക്കെ പിന്നെ അവിടെ അതിനുള്ള തെളിവുകളും വേണം. അതുകൊണ്ടാണത്. അവർക്ക് എന്തായിരുന്നു വിഷയം? അവർക്ക് ആ സമരം അടിച്ചമർത്തണമായിരുന്നു. അവർക്കെതിരെയുള്ള പ്രതിഷേധം അടിച്ചമർത്തണമായിരുന്നു. അതിനുവേണ്ടി അവർ ഒരു നാടകം കളിച്ചു, കഴുത്തുളുക്ക് നാടകം. ഇപ്പം കഴുത്ത് ഉളുക്കിടുന്നില്ല, ഒന്നുമില്ല. ഇന്നലെ അടൂരിലൊക്കെ ഒരു പ്രോഗ്രാമിൽ അവർ ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. ഓൺലൈനായിട്ട് പങ്കെടുത്തതിനകത്ത് നെക്ക് കോളർ ഒന്നും കാണുന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവർ മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ച് ഇരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് നമ്മൾ. അല്ല, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞു, ഇവർക്ക് ഭയമാണ്, പൊതുജനങ്ങളെ ഭയമാണ്. തങ്ങൾ വിമർശിക്കപ്പെടരുത്, തങ്ങൾ വിമർശിക്കപ്പെടാതെ ഞങ്ങൾ മുന്നോട്ട് പോകണം. അതിന് കുറേ വൃത്തികെട്ട അടിമകളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് വന്ന് പോസ്റ്റ് ഇടുന്നവരെ തെറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും കായികമായി നേരിടാനും കുറേ അടിമകളെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും ആൾക്കാർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു CPM ഇത്രയും എതിർപ്പ് അത് വലിയ നേതാക്കന്മാർ, അണികളല്ല, ഇത്രയും വലിയ നേതാക്കന്മാർ പാർട്ടിയോട് ഇടഞ്ഞ് പോകുന്നത് മുമ്പ് ഒരിക്കലും CPM ചരിത്രത്തിലുണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു കഷ്ടിച്ച് 1 വർഷത്തിന് ഇടയിൽ തന്നെ എത്ര പേര് പോയി. അതെ. അപ്പോൾ പിന്നെ ഈ അഞ്ചലൊക്കെ അവരുടെ സുജാ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് പോയി, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു കൊല്ലത്ത്. അതെ, അത് മധു മുല്ലശ്ശേരി BJP പോയി. അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിലും. ഇപ്പോൾ അതിനിടയ്ക്കാണ് വേറൊരു രസകരമായ സംഭവം അറിഞ്ഞായിരുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സ്വർണ്ണമോഷണ കേസിലെ പ്രതി A. പത്മകുമാറിന് വിശദീകരണ നോട്ടീസ് അയച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുത്താലും മതിയായിരുന്നു. അത് ഇപ്പം അതിപ്പോൾ വീണ ജോർജിൻ്റെ നിർബന്ധപ്രകാരമാണെന്നാണ് അറിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരുന്നാൽ, അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയാൽ ഉള്ള വോട്ട് വീണയ്ക്ക് പോകുന്നൊരു ഭയമുണ്ട്. അതുകൊണ്ടാവണം ഇപ്പോൾ ഇങ്ങനൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. പിന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വിശദീകരണ നോട്ടീസ് അങ്ങനെ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇതിനകത്ത് അറിഞ്ഞ കാര്യമല്ല എന്ന് പറഞ്ഞ് പുള്ളി മറുപടിയും കൊടുത്തിട്ടുണ്ട്. അല്ല, എന്നാൽ ഇത്രയും സമയം എടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആരോപണം വരുമ്പോൾ അയാൾക്ക് വിശദീകരണം തരാൻ ഇത്രയും സമയം എടുത്തില്ല. അവർ ബുദ്ധിപൂർവ്വം ചെയ്ത് അന്നേരം അയാളെ പുറത്താക്കിയത് വലിയ വാർത്തയാവും. പുറത്താക്കാതിരുന്നിട്ട് ഇപ്പം ഇനിയും പതുക്കെ നൈസായിട്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് എടുത്ത് ദൂരെ കളയും. അതാണ് സംഭവിക്കാൻ വന്നത്. പുള്ളി എന്ത് വിശദീകരണം കൊടുത്താലും പുള്ളിയെ എടുത്ത് കളയും. പുള്ളിയെ എടുത്ത് കളയുന്നതോടെ വേറെ ആരും ഇപ്പം സ്വീകരിക്കുകയില്ല. BJP സ്വീകരിക്കുകയില്ല, കോൺഗ്രസും സ്വീകരിക്കില്ല. കാരണം ഈ ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഈ പാർട്ടിക്കാർക്ക് ഉണ്ടെങ്കിൽ സ്വീകരിക്കുകയില്ല. അപ്പോൾ അതോടുകൂടി വളരെ സേഫായിട്ട് പത്മകുമാർ പുറത്താകുകയും ചെയ്യും. നേരത്തെ കണ്ണിലെ കരടാണ്. കാരണം വീണ ജോർജിനെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ആ കൊല്ലം സമ്മേളനത്തിൽ. എന്നിട്ട് പിന്നീട് ഇത് മാറ്റിക്കളഞ്ഞെങ്കിലും, ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ മാറ്റിയെങ്കിലും, അന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൽ നിന്ന് പുള്ളി പുറത്തു പോകുന്നത്. അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞത് എന്താ, ഞാൻ ബ്രാഞ്ചിലാണെങ്കിലും പ്രവർത്തിച്ചോളാം എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ അമർഷമാണെന്ന് രേഖപ്പെടുത്തി. എന്തായാലും CPM-നെ പിണറായിയുടെ ഏകാധിപത്യത്തെ, പിണറായിസത്തെ വെല്ലുവിളിക്കാൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഒരു വലിയ പ്രക്ഷോഭം പാർട്ടിക്കുള്ളിൽ തന്നെ ഉടലെടുക്കുകയാണ് ഉണ്ടാകുന്നത്. അത് ഈ വരുന്ന ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.